Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടുവരുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ പാസ്സാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് പോലും പാസ്സാവാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പാസ്സാവില്ല എന്ന് ഉറപ്പുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. 3 പോയിൻറ്റ്സ് ഡാറ്റയുടെയും 3 പോയിൻറ്റ്സ് ഇൻഫർമേഷൻ്റെ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്ന് 1 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇത് നിങ്ങൾ എന്തായാലും നോക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഏതൊക്കെ, അതായത് നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേജസ് ആണ് റിക്വയർ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ സ്റ്റേജസ് കമ്പൾസറി ആയിട്ട് പഠിക്കണം. പിന്നെ എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്, സ്റ്റേജസ് എഴുതുമ്പോൾ ജസ്റ്റ് ആ പോയിന്റ് ഓർഡർ അല്ലാതെ എഴുതുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഓർഡർ ആയിട്ട് തന്നെ ഏതൊക്കെ സ്റ്റേജസ് ആണ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിനകത്ത് അവൈലബിൾ ആണ്, സെൻറ്ററിൽ CPU ഒക്കെ ആയിട്ട്. അല്ലേ, അപ്പോൾ ആ ഒരു ഡയഗ്രാം വരയ്ക്കാനും അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വരിക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് ആണ് ഡിഫൈൻ CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്, നമ്മുടെ CPU തന്നെയാണ് കേട്ടോ. സോ അതിനൊരു 3 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നെക്സ്റ്റ് ആണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ്. നമുക്ക് കുറച്ച് കൺവേർഷൻസ് പഠിക്കാണ്ട് അല്ലേ, അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡെസിമൽ നിന്നും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻസ്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ബേസ് പഠിക്കും. ബൈനറിയുടെ എത്രയാണ്, ഡെസിമലിൻ്റെ എത്രയാണ്, ഹെക്സാ ഡെസിമലിൻ്റെ എത്രയാണ്, അങ്ങനെയുള്ള ബേസ് കൂടി നിങ്ങൾ എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ആണ് ഡിഫൈൻ മദർ ബോർഡ്. എന്താണ് മദർ ബോർഡ് എന്ന് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മദർ ബോർഡ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാം എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി ആണ്. റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ ടേബിൾ എന്തായാലും വരും. 100% ഷുവർ ആണ്. മേ ബി ഈ ടേബിൾ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ ടേബിൾ ആയിരിക്കും. സോ ഈ 2 ടേബിളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് 4 ഫ്രീഡംസ് ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയറിലുള്ള 4 ഫ്രീഡം. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3, ഇങ്ങനെയില്ലേ. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങിൻ്റെ ഫേസസ് അല്ലേ, ഇത് നിങ്ങൾ എന്തായാലും പഠിക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഉറപ്പായാലും കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. ഞാൻ എഗെയിൻ ഓർമ്മപ്പെടുത്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ്. ടോക്കൺസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അത് ഏതൊക്കെയാണ് നമുക്ക് നോർമലി അറിയാം അല്ലേ. അപ്പോൾ അത് പഠിക്കുക. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, കോൺസ്റ്റൻസ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ടോക്കൺസിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ എന്താണ് ടോക്കൺ എന്നത് കൂടെ പഠിക്കണം. ടോക്കൺസ് എന്താണ്, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം ആണ് അല്ലേ. ഓക്കെ, ദെൻ 15th ക്വസ്റ്റ്യൻ ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ. സോ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കും, എന്തായാലും എക്സാമിന് നാളത്തെ ഒരു ക്വസ്റ്റ്യൻ ബേസിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം ആയിരിക്കും. നെക്സ്റ്റ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സും മേ ബി നിങ്ങൾക്ക് ടൈപ്പ് കൺവേർഷൻ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 2 നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡിഫൈൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.
ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ, സ്വിച്ചും അതുപോലെ തന്നെ ഇഫ് എൽസ് ഇഫ് ലാഡർ തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. സിൻടാക്സ് ആണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സിൻടാക്സ് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ 3 എന്ത് ചെയ്യണം, സിൻടാക്സ് നിങ്ങൾ കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ അല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ടേബിളും കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ 3 ടേബിളാണല്ലേ പറഞ്ഞ, ഡാറ്റ, ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ സ്വിച്ച്, ഇഫ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ ഇങ്ങനെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ നീഡ് എന്തൊക്കെയാണ്, ആവശ്യകത എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ആണ് 5 ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 5 ബേസിക് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്, മെസ്സേജ്, സെൻഡർ, റിസീവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും പഠിക്കുക, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ഏതൊക്കെ ടോപ്പോളജീസാണ് ഉള്ളത്, ബസ് ടോപ്പോളജി, സ്റ്റാർ, റിങ്, മെഷ്. പിന്നെ എന്തൊക്കെയാണ് വരയ്ക്കാൻ എന്തായാലും പഠിക്കണേ. വരയ്ക്കാനും അതുപോലെ തന്നെ എഴുതാൻ കൂടി നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരിക, അതുപോലെ തന്നെ ജസ്റ്റ് ഷോർട്ട് നോട്ട് കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ എക്സാമിന് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ് ആണ് കേട്ടോ ചോദിക്കുന്നത്. ഏതൊക്കെ ടൈപ്പിലാണ് നെറ്റ്വർക്ക് ഉള്ളത് നമുക്കറിയാം. പാന്, ലാന്, മാന്, വാൻ. ഓക്കെ, പാൻ എന്ന് വെച്ചാൽ എന്താണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് വെച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിലി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ 2 ടൈപ്പാണല്ലേ, പിയർ ടു പിയർ ക്ലാസിഫിക്കേഷൻ, അതായത് പിയർ ടു പിയർ ഉണ്ട്, ക്ലയൻറ്റ് സെർവർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് എക്സ്പാൻഡ് www. എന്ന് പറയുന്ന സാധനം. സോ നിങ്ങൾ അതുകൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെന്നാണ് സൈബർ സെക്യൂരിറ്റി അല്ലേ. സൈബർ സെക്യൂരിറ്റിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതെന്തായാലും നിങ്ങൾ പഠിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിനൊക്കെ 100% ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് അഥവാ ഇലക്ട്രോണിക് ബിസിനസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അഥവാ നമുക്കറിയാലോ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും, അത് പഠിക്കുക. നെക്സ്റ്റ് ആണ് ഇ ലേണിംഗ് ടൂൾസ് അല്ലേ. ഇ ലേണിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ലേണിംഗ് എന്നാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറേ ടൂൾസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് അറിയണം. ദെൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചലഞ്ചസ് ഓഫ് ഇ ലേണിങ്ങിൻ്റെ മെറിറ്റ്സോ അല്ലെങ്കിൽ ഡിമെറിറ്റ്സോ ചോദിക്കും, അതറിയുക. ദെൻ എക്സ്പാൻഡ് യുആർഎല്ലിൻ്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കും. എന്താണെന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. 1 മാർക്കിന് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് യുആർഎല്ലിൻ്റെ എക്സ്പാൻഡ് ഫോം. നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാം. ഇപ്പോൾ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താണ്, കുറേ റൂൾസിനാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുക. സോ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഡീറ്റെയിലി ഒരു ഐഡിയ വേണം കേട്ടോ. എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോട്ട്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഉടനെ തന്നെ ആ ഒരു PDF ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.